6 ദിവസം കൂടി കഴിഞ്ഞാൽ സംസ്ഥാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പ്രമുഖ പാർട്ടികളുടെ താരപ്രചാരകരൊക്കെ കേരളത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നു, വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നു. അതിൽ കൊണ്ടും കൊടുത്തും രാഷ്ട്രീയ രംഗം സജീവമാവുകയാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസംഗം രാഹുൽ ഗാന്ധി കണ്ണൂരിൽ കെ സുധാകരൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സംസാരിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ചില വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. രാഹുൽ അന്ന് പറഞ്ഞത് BJPക്ക് വേണ്ടി താൻ നിരന്തരം സംസാരിക്കുന്നു, തൻ്റെ ഔദ്യോഗിക വസതി നഷ്ടപ്പെടുന്നു, MP സ്ഥാനം നഷ്ടപ്പെടുന്നു, വലിയ രാഷ്ട്രീയ വേട്ടയാടലിന് താൻ വിധേയനാകുന്നു, BJPക്കെതിരെ സംസാരിച്ച 2 മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് രാഹുൽ പറഞ്ഞത്. അതിനൊപ്പം തന്നെ രാഹുൽ കൂട്ടിച്ചേർത്ത കാര്യം, എന്തുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഈ അന്വേഷണ ഏജൻസികൾ ഒരു തരത്തിലുള്ള അന്വേഷണം നടത്തുന്നില്ല, എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ജയിലിൽ കിടക്കേണ്ടി വരുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് രാഹുൽ ഗാന്ധി അന്ന് ചോദിച്ചത്. അതിന് മറുപടി പിണറായി പറയുകയും ചെയ്തു. പറഞ്ഞത് രാഹുലിന് പണ്ടൊരു പേരുണ്ടായിരുന്നു, ആ പേരിന് ഇപ്പോഴും രാഹുൽ ആ പേരിൽ നിന്ന് മുന്നോട്ട് പോയിട്ടില്ല. പണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് രാഹുലിൻ്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയാണ് അന്ന് 1.5 വർഷക്കാലം തന്നെ ജയിലിൽ അടച്ചത് എന്നുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രി നടത്തിയത്. അതിനുശേഷം ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് LDF കൺവീനർ EP ജയരാജൻ തുടങ്ങി പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഇന്നും ഇന്നലെയൊക്കെയായി തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചാണ് ദാവൂദ് സാർ, ഇവിടെ നമ്മൾ 2-3 ദിവസം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. 2 ആശയങ്ങൾ, 2 പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു പോരാട്ടമാണ്. അപ്പോൾ കേരളത്തിലെ ഈ സംസാരം അല്ലെങ്കിൽ രാഷ്ട്രീയം വർത്തമാനം അല്ലെങ്കിൽ കേരളത്തിലെ പൊളിറ്റിക്സ് പരസ്പരം ഈ ചെളിവാരിയറിൽ മാത്രം നിൽക്കുന്നുണ്ടോ? അതിനപ്പുറത്തേക്ക് ഗൗരവമായ ചർച്ചകൾ നടക്കുന്നില്ല. കാരണം ഇന്ത്യ മുന്നണി ഒരുമിച്ചാണ് ദേശീയ തലത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കാൻ നിൽക്കുന്നത്. അപ്പോൾ രാഹുൽ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നു, മുഖ്യമന്ത്രി രാഹുലിനെതിരെ സംസാരിക്കുന്നു, അതിന് ചുവട് പിടിച്ചുകൊണ്ട് പല രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കുന്നു. പക്ഷെ ഇതിനപ്പുറത്തേക്ക് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ നമ്മൾ ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് സെക്യുലർ രാജ്യമായി ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മതേതര വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഈ ചർച്ചകൾ, പ്രസംഗങ്ങൾ, അവരുയർത്തുന്ന ആശയങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ടോ? അല്ല, കേരളത്തിൽ ഇപ്പോൾ പറഞ്ഞാൽ ഒരു നാഷണൽ കോണ്ടെക്സ്റ്റിലുള്ള ഒരു ആ നിലക്കുള്ള തിരഞ്ഞെടുപ്പല്ല കേരളത്തിൽ നടക്കുന്നത്. സാഹചര്യം വ്യത്യസ്തമാണ്. ഈ മൊത്തം ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്ന ആ ഒരു ബ്ലോക്കും നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഹിന്ദുത്വ ബ്രിഗേഡും തമ്മിലുള്ള മത്സരമാണ് പ്രധാനമായും നടക്കുന്നത് ഉത്തരേന്ത്യയിൽ സവിശേഷമായിട്ട്. അപ്പോൾ അതിനകത്ത് കേരളത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും ഒന്നിച്ച് നിൽക്കുന്ന CPM-ഉം കോൺഗ്രസും കേരളത്തിൽ പരസ്പരം മത്സരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇവിടെ സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ അതിൽ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ രേഷ്മ സൂചിപ്പിച്ച മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ആ ഡിബേറ്റ് അല്ലെങ്കിൽ ആ തർക്കം, അത് ഒരു നിലക്ക് ഒരു പരിധി വിട്ടു പോയിട്ടുണ്ട്. ആ പരിധി വിട്ടു പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെയും നഷ്ടം, ഈ 2 കൂട്ടർക്കും നഷ്ടം ഉണ്ടാകുന്ന സ്വഭാവത്തിലാണ് വളരുന്നത്. ഉദാഹരണം അതെ, മോഡി സ്വാഭാവികമാണല്ലോ. മോഡി എന്താണ് പറഞ്ഞത്? ഞാൻ രാഹുലിനെ വിമർശിക്കുന്നതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് പിണറായി വിജയൻ രാഹുലിനെ വിമർശിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ നോക്കുക, തമിഴ്നാട്ടിൽ വരുന്ന നമ്മുടെ റിപ്പോർട്ടറാണ്, മറ്റ് ചാനലുകളുടെ ആളുകളും ഒക്കെ കൊടുത്തിട്ടുള്ള ദൃശ്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, റിപ്പോർട്ടുകൾ മാറ്റിവെക്കൂ. സ്ഥാനാർത്ഥിയുടെ കാറ്, ആ കാറിന് മുമ്പിൽ 6-7 കൊടികൾ കെട്ടിയിരിക്കുകയാണ്. ആരുടെയൊക്കെയാണ് കൊടി? CPM-ൻ്റെ കൊടി, CPI-യുടെ കൊടി, മുസ്ലിം ലീഗിൻ്റെ കൊടി, കോൺഗ്രസിൻ്റെ കൊടി, DMK-യുടെ കൊടി, VCK-യുടെ കൊടി എല്ലാം കെട്ടിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആഫീസുകളുടെ ദൃശ്യങ്ങൾ ശ്രദ്ധിക്കൂ. ഈ കൊടികളെല്ലാം ഉണ്ട്. അങ്ങനെയാണ് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. പിന്നെ ഉത്തരേന്ത്യയിലെ രാജസ്ഥാനിൽ കോൺഗ്രസ് ഒരു സീറ്റ് CPM-ന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ലോക്സഭയിൽ മത്സരിക്കാൻ. ഇങ്ങനെ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതിലാണ് ഇവിടെ ഇങ്ങനെ മത്സരം നടക്കുന്നത്. ഇങ്ങനെ മത്സരം നടക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ദേശീയ മുഖമായിട്ടുള്ള ഒരാൾ രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ ആരാണ്? ഇതിൻ്റെ ദേശീയ മുഖമായിട്ടുള്ള ആളാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇതിലെ ഒരു അംഗ പാർട്ടിയായിട്ടുള്ള CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, മുഖ്യമന്ത്രിയാണ്. അവർ തമ്മിൽ ഇങ്ങനെ കൊമ്പ് കോർക്കുന്നത് അത് ഗുരുതരമായൊരു സാഹചര്യമാണ്. ഇവിടെയുള്ള ലോക്കൽ ലീഡേഴ്സ് പരസ്പരം ചീത്ത വിളിക്കുന്നതോ ബഹളം ഉണ്ടാക്കുന്നതോ പോലെയല്ല. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഐക്കോണിക് വാല്യൂ ഉണ്ട്. ഇന്ത്യ മൊത്തം ഈ മുന്നണിയുടെ ഫേസ് ആയിട്ട് നിൽക്കുന്ന ആളാണ്.
അപ്പോൾ അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് അതിൽ പിഴവ് വന്നിട്ടുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചല്ലോ. അപ്പോൾ അതിനൊന്ന് മറുപടിയായിട്ട് പിണറായി വിജയൻ മറുപടി പറയുന്നുണ്ട്, അങ്ങയുടെ മുത്തശ്ശി എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്നും മറക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഇന്ന് പി ജയരാജൻ വേറൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ എന്ത് ഹെറാൾഡാണ് അജിംസെ? നാഷണൽ ഹെറാൾഡ് കേസിൽ 650 കോടിയോ മറ്റോ നാഷണൽ ഹെറാൾഡ് കേസിൽ എന്താണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് പി തിരിച്ചു ചോദിക്കുന്നു. ഇതിൻ്റെ എല്ലാം കൂടി കണക്ക് പിഴിച്ചെടുത്താലുള്ള റിസൾട്ട് എന്താണ്? ED നടത്തിക്കൊണ്ടിരിക്കുന്ന റെയ്ഡുകളും അറസ്റ്റുകളും അതിനെ എൻഡോസ് ചെയ്യുകയല്ലേ ഇവർ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അത് ശരിയായൊരു നടപടിയായിരുന്നു എന്ന് പറയാതെ പറയുകയല്ലേ ചെയ്യുന്നത്. ഈ പ്രതിപക്ഷ കക്ഷികൾ, CPM ആകട്ടെ കോൺഗ്രസ് ആവട്ടെ, ഈ പ്രതിപക്ഷ കക്ഷികൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്താണ്? ED പോലെയുള്ള ഏജൻസികളെ ഉപയോഗിച്ചിട്ട് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു. ആ വിമർശനത്തെ ഇല്ലാതാക്കുന്ന വാദമാണ് ഈ പറയുന്നത്. രാഹുൽ ഉന്നയിച്ചതാണെങ്കിലും പി ജയരാജൻ പറഞ്ഞതാണെങ്കിലും ഇതാണ് ഇതിൽ ഏറ്റവും അപകടമായിട്ടുള്ള ഒരു സംഗതി തന്നെ. ഇവിടുത്തെ കേരളം എന്ന് പറയുന്ന ഈ വട്ടത്തിലെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്ക് വേണ്ടി ഇവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തെ ഇവർ തന്നെ റദ്ദ് ചെയ്യുകയാണ്. ഇതാണ് ഇതിൽ അപകടം. ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം കിടക്കുന്നത് ഞാൻ പലവട്ടം പറഞ്ഞതാണ്. കോൺഗ്രസ്സുകാർ തന്നെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് സൈബർ സ്പേസിൽ. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കരുതായിരുന്നു. അതുതന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. കാരണം അദ്ദേഹം കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവല്ല. അദ്ദേഹം ദേശീയ തലത്തിൽ ഈ പറയുന്ന പ്രതിപക്ഷ ബ്ലോക്കിൻ്റെ ഐക്കോണായിട്ട് നിൽക്കുന്ന ഒരു ശരീരമാണ്. അപ്പോൾ ഇതിനകത്ത് BJPയുമായിട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്യാവുന്ന ഒരു മണ്ഡലമായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. സൗത്ത് ഇന്ത്യയിൽ തന്നെ അത്തരം മണ്ഡലങ്ങൾ ഇഷ്ടംപോലെ ജയിക്കാൻ നല്ല സാധ്യതയുള്ള മണ്ഡലം ഉള്ളതാണ്. അതിനിടയിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ താല്പര്യം കൂടി ആയിരിക്കാം അദ്ദേഹം ഇങ്ങോട്ട് വന്ന് മത്സരിച്ചു. ഇത് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു ഘടകമായിട്ടുണ്ട്. അപ്പോൾ അത് കൈവിട്ടു പോകുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ പ്രസ്താവന കാണിക്കുന്നത്. നോക്കൂ, ആരാണ് എനിക്കെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെ NDAക്കെതിരെ മത്സരിക്കുന്നത്? ഇങ്ങനെ തല്ലുകൂടിക്കൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് തന്നെ നിശ്ചയമില്ല ആരാണ് അവരുടെ നേതാവ്, എന്താണ് അവരുടെ നേതാക്കന്മാർ എന്നതിനെക്കുറിച്ച് അവർക്ക് തന്നെ നിശ്ചയമില്ല എന്ന് അദ്ദേഹം ഉത്തരേന്ത്യയിൽ പ്രസംഗിക്കുകയാണ്. കഷ്ടം എന്ന് പറയാൻ പറ്റും. അജിംസ് എന്ത് തോന്നുന്നു? ഈ പോസ്റ്റ് പോൾ അലയൻസുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിക്കുകയും തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞിട്ട് പരസ്പരം അലയൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്ന സെനാരിയോ ധാരാളമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ ലാസ്റ്റ് കടന്നല്ല, അതിന് മുമ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJPയും ശിവസേനയും പരസ്പരം മത്സരിച്ച് പോസ്റ്റ് പോൾ അലയൻസ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതിന് മുമ്പുള്ള സമയങ്ങളിലൊക്കെ. ഇപ്പോൾ മേഘാലയയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റ് പോൾ അലയൻസ് ഉണ്ടായിരുന്നു. BJPയും മറ്റു പാർട്ടികളും തമ്മിൽ പരസ്പരം മത്സരിച്ചു. അപ്പോഴത്തെ മേഘാലയ മുഖ്യമന്ത്രി അഴിമതിക്കാരെന്ന് വിളിച്ച് നരേന്ദ്രമോദി പ്രസംഗിച്ചിട്ട് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിട്ട് പോയിട്ട് സഖ്യമുണ്ടാക്കി. പക്ഷെ അവിടെയൊക്കെ സ്വീകരിക്കുന്നൊരു രീതിയുണ്ട്. ആ സ്വീകരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോസ്റ്റ് പോൾ അലയൻസ് വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന കക്ഷികൾ പരസ്പരം മത്സരിക്കുമ്പോൾ പോലും അവർ ആ പ്രചാരണത്തിൽ ഒരു മിതത്വം പുലർത്തും. ആ മിതത്വം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ആക്ഷേപിക്കാതിരിക്കുക, സ്വയം നേട്ടങ്ങൾ എണ്ണി പറയുന്നതിനപ്പുറം എതിരാളിയെ കടന്നാക്രമിക്കുന്ന ഒരു മിതത്വം കാണിക്കുക. കാരണം ഇത് കഴിഞ്ഞാൽ ഇവർക്ക് പരസ്പരം രാഷ്ട്രീയമായി ഒത്തുചേരാനുള്ളതാണ്. ജനങ്ങളുടെ മുമ്പിൽ ഒരു ക്രെഡിബിലിറ്റി വേണ്ടതാണ്. ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കുക. ഇന്ത്യ മുന്നണി ഒരു പ്രീപോൾ അലയൻസാണ്. ആ പ്രീപോൾ അലയൻസിൽപ്പെട്ട രണ്ട് പാർട്ടികൾ ഒരു സംസ്ഥാനത്ത് പരസ്പരം മത്സരിക്കേണ്ടി വരുന്നത് ചില സന്ദർഭങ്ങളിലുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ എടുക്കുക. തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിയിൽ CPMഉം കോൺഗ്രസും ലീഗും ഒക്കെ ഉണ്ട്. ഈ ഇന്ത്യ മുന്നണിക്ക് എതിരെ മത്സരിക്കുന്നവരാണ് BJP ഒറ്റയ്ക്കാണ്. BJP കാര്യമായ വലിയ പാർട്ടികളൊന്നും ചെറിയ പാർട്ടികളുള്ളൂ. പ്രധാന എതിരാളി എന്ന് പറഞ്ഞാൽ ADMK ആണ്. ADMK പ്ലസ് എന്ന് പറയുന്ന മുന്നണി, ആ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയുടെ പേര് ഫോർവേഡ് ബ്ലോക്കാണ്. ഫോർവേഡ് ബ്ലോക്ക് കേരളത്തിൽ UDFന്റെ ഒപ്പമാണ്, ദേശീയ തലത്തിൽ ലെഫ്റ്റ് പാർട്ടികളുടെ ഒപ്പമാണ്. INL കേരളത്തിൽ അത് LDFന്റെ ഒപ്പമാണ്, അവിടെ AIDMK ഒപ്പം. നോക്കുക, CPMഉം INLഉം പരസ്പരം മത്സരിക്കുക. തമിഴ്നാട്ടിൽ CPMഉം INLഉം പരസ്പരം എതിർത്ത് മത്സരിക്കുകയാണ്. SDPI കേരളത്തിൽ അവർ UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. അവിടെ UDFനെതിരെ കോൺഗ്രസിനും CPMനുമെതിരെ AIDMKയുടെ ഒപ്പമാണ്. അപ്പോൾ ഇത് സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇപ്പോൾ നാളെ മുതൽ അഹമ്മദ് ദേവർകോവിലും ഒക്കെ ഇറങ്ങിയിട്ട് തമിഴ്നാട്ടിൽ പോയിട്ട് CPMനെ ചീത്ത വിളിക്കുമോ? ഇല്ലല്ലോ. CPMനെതിരെ പ്രചാരണം നടത്തി പിണറായി വിജയൻ ഭയങ്കര അഴിമതിക്കാരനാണോ, അവനെ ജയിലിലിടണം, അവരുടെ പാർട്ടിയാണ് ഇവിടെ DMKയുടെ ഒപ്പം കൂടിയെന്ന് പറഞ്ഞത് തമിഴ്നാട്ടിൽ പോയി പ്രസംഗിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞൊരു കോമൺ സെൻസാണ്. ഈ കോമൺ സെൻസ് ഇല്ലായ്മ ഇതിൽ ദൃശ്യമാണ്.
അത് LDFിൻ്റെ ഭാഗത്താണെങ്കിലും UDFിൻ്റെ ഭാഗത്താണെങ്കിലും. ദാവൂദ് പറഞ്ഞതുപോലെ വയനാട്ട് തിരഞ്ഞെടുക്കാനെടുത്ത 2019 രാഹുൽ ഗാന്ധിയുടെ തീരുമാനം, അത് രാഹുൽ ഗാന്ധിയുടെ തീരുമാനമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അതിന് പിന്നിൽ കൃത്യമായി കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ ചരട് വലികളുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ വേറെ ദക്ഷിണേന്ത്യയിലെ മറ്റേതെങ്കിലും സീറ്റുകളിലേക്ക് മാറുമോ എന്നൊരു ചർച്ചയൊക്കെയാണ്. ഉദാഹരണത്തിന് തെലങ്കാനയിലെ ഖമ്മം സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ്, സ്ഥാനാർത്ഥി നിർണ്ണയിക്കാതെ ഒഴിച്ചിട്ടിരിക്കുകയാണ് അന്ന്. അത് ഏതെങ്കിലും ഗാന്ധി കുടുംബത്തിലെ ആരെങ്കിലും, രാഹുൽ ഓർ പ്രിയങ്ക, അത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് സീറ്റുകൾ അങ്ങനെ ചർച്ചയിലുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഈ വയനാട്ടിൽ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചു എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ താല്പര്യം മാത്രമാണ്. അല്ലാണ്ട് വയനാടിനോട് ഇനി പ്രത്യേകമായി രാഹുൽ ഗാന്ധി സ്നേഹമോ അങ്ങനെയൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിന് മത്സരിക്കാൻ വേറെ സീറ്റിൽ കർണാടകയിലുണ്ടല്ലോ. കർണാടകയിലാണ് ഡയറക്റ്റ് BJP-യുമായിട്ട് ഫൈറ്റ്, തമിഴ്നാട്, തെലങ്കാന എല്ലായിടത്തും BJP-യോട് ഡയറക്റ്റ് ഫൈറ്റ് വരുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് മത്സരിക്കാം. ഇനിയിപ്പോൾ അദ്ദേഹം രണ്ടാമതൊരു സീറ്റ് എന്ന് വെച്ചാൽ അമേഠിയിൽ അദ്ദേഹം മത്സരിക്കുമായിരിക്കും. ചിലപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അമേഠിയിലും ചിലപ്പോൾ നോമിനേഷൻ കൊടുത്താണോ മത്സരിക്കുമായിരിക്കും. എനിവേ അദ്ദേഹത്തിന് സുരക്ഷിത സീറ്റ് വേണമെന്ന് AICC ആഗ്രഹിക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ അത് കേരളത്തിലെ വയനാട് മാത്രമാണ് എന്ന ചിന്തയിലാണ് പ്രശ്നം. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്ക് നടത്തിയ പരാമർശങ്ങളാണ്. അത് പണ്ട് ഒരു 20 വർഷമൊക്കെ മുമ്പ് VS അച്യുതാനന്ദൻ അദ്ദേഹത്തെ അമുൽ ബേബി എന്നൊക്കെ വിളിച്ച് പരിഹസിച്ചിട്ടുണ്ട്. അദ്ദേഹം AICC ഉപാധ്യക്ഷ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണെന്ന് തോന്നുന്നു, അമുൽ ബേബി എന്നൊക്കെ വിളിച്ച് പരിചയം. അതൊക്കെ കഴിഞ്ഞു പോയി, 2 പതിറ്റാണ്ട് കഴിഞ്ഞു. പിണറായി വിജയൻ വീണ്ടും അദ്ദേഹത്തെ പറയുകയാണ്, നിങ്ങൾക്കൊരു വിളിപ്പേരുണ്ടല്ലോ, അത് പപ്പു എന്ന പേരാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. BJP-ക്കാർ രാഹുലിനെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി വ്യാപകമായി പ്രചരിപ്പിച്ച പേരാണ്, അത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്തുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഡെസ്പറേറ്റഡ് ആണ് എന്നാണ് ആലോചിച്ച് നോക്കുക. ഈ ആകെ 20 സീറ്റിന് വേണ്ടി കോൺഗ്രസും. രണ്ടാമത്തെ കാര്യം, ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ടും ഇന്ന് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടും പ്രസംഗിപ്പിച്ചത് എന്താണ്? പിണറായി വിജയൻ എന്തുകൊണ്ട് ജയിലിൽ പോകുന്നില്ല? ഇതെങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉത്തരേന്ത്യയിൽ വാർത്തയാവുക? അതുകൊണ്ടാണല്ലോ നരേന്ദ്രമോദി അത് കോട്ട് ചെയ്യുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, ഇതെങ്ങനെയാണ് ട്രാൻസ്ലേറ്റ്? എന്തുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയിലെ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗത്തെ ജയിലിൽ അടയ്ക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. ഇതാണ് ഉത്തരേന്ത്യയിലെ വോട്ടർമാർ മനസ്സിലാക്കുക. നേരെ തിരിച്ച് രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കുന്ന ഒരു CPM പൊളിറ്റ് ബ്യൂറോ അംഗം, ഇതെങ്ങനെയാണ് ഉത്തരേന്ത്യയിലെ ജനങ്ങൾ വായിക്കുക? ഇത് ഇന്ത്യ മുന്നണി എന്ന പാർട്ടിയുടെ രാഷ്ട്രീയമായ ക്രെഡിബിലിറ്റിയെ തകർത്ത് കളയുന്ന തരത്തിലുള്ള റെട്ടറിക്സാണ് ഈ 2 കൂട്ടരും നടത്തുന്നത്. ഇതിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പാഠം, ഒരു പ്രീ പോൾ അലയൻസിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത, അത് ഏത് സംസ്ഥാനത്തായാലും, അത് ഇനിയും സംഭവിക്കാവുന്ന കാര്യമാണ്, ഒരു കാരണവശാലും പ്രീ പോൾ അലയൻസിൽ ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. അത് 2 കൂട്ടരും അടിയന്തരമായി ഒഴിവാക്കേണ്ടതാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ക്രെഡിബിലിറ്റി. കാരണം ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കഴിയല്ല, ഇനിയും ഘട്ടങ്ങൾ കിടക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയുടെ വിജയസാധ്യതകളെ മാരകമായി ബാധിക്കും. ഇന്ത്യ മുന്നണി ഏത് ആശയത്തിന് വേണ്ടിയാണോ നിലനിൽക്കുന്നത് അതിന് വിഘാതമായി അല്ലെങ്കിൽ ശത്രുവിൻ്റെ കയ്യിൽ ആയുധം വെച്ച് കൊടുക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ ഉള്ള ഈ പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ ജാഗ്രത നേതാക്കൾ പാലിക്കേണ്ടതുണ്ട്, അത് നിർബന്ധവുമാണ്.